നല്ല അടിപൊളിയായിട്ട് ഗ്രേവി ടൈപ്പിലൊരു കാട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. കാട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് കുറച്ച് സവാള കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി മാത്രം കുറച്ചധികം ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും. സവാള വഴറ്റിയെടുക്കുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ വറുത്തെടുക്കണം. ടർമറിക് പൗഡർ, മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ 2-3 മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം വഴറ്റിയെടുത്ത സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച കാട ചേർത്ത് കൊടുക്കുക. കാട 10 കാടയാണ് എടുത്തിട്ടുള്ളത്. കാട ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കറിക്കുള്ള തേങ്ങയരപ്പൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാൽ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ കാട കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കാട നന്നായി വേവിച്ചെടുക്കുക. കാട വെന്തതിൻ്റെ ശേഷം 1-ാം പാൽ കൂടെ ചേർത്തിളക്കി ചെറുതായി ഒന്ന് ചൂടായതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ മല്ലിയിലും കൂടി ചേർത്താൽ സംഗതി സെറ്റായി.